Foodnlife. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുമല്ലോ എല്ലാവരും? അപ്പൊ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് കട്ട്ലേറ്റ് സീരീസിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കട്ട്ലേറ്റ് ആണ്. ബനാന ആൻഡ് ആപ്പിൾ കട്ട്ലേറ്റ്. നമ്മൾ ആപ്പിളും നമ്മുടെ ഏത്തക്കായും വെച്ചിട്ട് അടിപൊളി ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഫ്രൂട്ട്സ് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അത് നല്ല അടിപൊളിയായിട്ടുള്ള കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ പറയേ വേണ്ട. ഇനി നമ്മൾ ഏത്തക്ക കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ പാത്രം കാലിയാവുന്ന വഴി അറിയത്തേയില്ല. അപ്പൊ ഒട്ടും സമയം കളയാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി ഫ്രൂട്ട് കട്ട്ലേറ്റ്, അതായത് നമ്മുടെ ആപ്പിൾ ബനാന കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഫ്രൂട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിളും അതുപോലെ തന്നെ ബനാന, നമ്മുടെ ഏത്തക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളും ഏത്തക്കയും തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ നമുക്ക് ആപ്പിളിന്റെയും ബനാനയുടെയും നമ്മുടെ ഏത്തക്കയുടെയും തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ആപ്പിളും അതുപോലെ ഏത്തക്ക ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏത്തക്ക ഞാൻ മാഷ് ചെയ്ത് ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആപ്പിളാണ്. അപ്പൊ ആപ്പിൾ ഞാൻ ഇങ്ങനെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസോ അതല്ലെങ്കിൽ നമ്മുടെ റസ്ക് പൊടിച്ചതാണെങ്കിലും മതി കേട്ടോ, ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ ഞാനിവിടെ ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്രെഡ് ക്രംസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് വെള്ളമയം കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഉണ്ടെന്നാലും അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ധാരാളമായിരിക്കുവേ. അടുത്തത് നമ്മുടെ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നത് നമ്മുടെ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു 3 ഏലക്ക നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ബൗളിലായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്രൂട്ട് കട്ട്ലേറ്റ്, നമ്മുടെ ആപ്പിളും ബനാനയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൗണ്ട് ഷേപ്പോ ഇനി അതല്ല ഓവൽ ഷേപ്പോ ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. അപ്പൊ ഞാൻ എന്തായാലും ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാൻ പോവാണേ. അപ്പൊ നിങ്ങൾ ഷേപ്പ് ആക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നെയ്യല്ല, നിങ്ങൾക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ വലിയ ചെയ്യാം കേട്ടോ. അപ്പൊ നെയ്യാകുമ്പോൾ കുറച്ച് നെയ്യുടെ ഫ്ലേവറും ഫ്രൂട്ട്സിന്റെ ഫ്ലേവറും വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ എന്തായാലും കയ്യിൽ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കട്ട്ലേറ്റ്സ് ഒക്കെ റെഡിയാണ്. ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയാണ്. അപ്പം മുട്ട നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല എങ്കിൽ കോൺഫ്ലവർ അതല്ലെങ്കിൽ മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ ഫ്രൂട്ട് കട്ട്ലേറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊരു പാൻ കാസ്റ്റ് ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാൻ ഒന്ന് ചൂടായിക്കോട്ടെ, നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൂട്ട് കട്ട്ലേറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡ് ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കട്ട്ലേറ്റ്സിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയാലോ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഫ്രൂട്ട് കട്ട്ലേറ്റ്? അടിപൊളിയായിട്ടില്ലേ? നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കട്ട്ലേറ്റ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മുടെ കട്ട്ലേറ്റ് സീരീസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കേക്കിന്റെ ഒരു സീരീസുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഏത് കേക്കാണെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും അല്ലേ? അപ്പൊ നമുക്ക് കേക്കിന്റെ റെസിപ്പിയുമായിട്ട് ചൊവ്വാഴ്ച കാണാം. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.
ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് കേക്കിന്റെ സീരീസുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.